പറവൂർ വഴിക്കുളങ്ങര അത്താണി റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നഗരസഭാ ചെയർമാൻ രമേഷ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറവൂർ നഗരം വളരെ നേരത്തെ സ്വാഗത പ്രസംഗിയൻ പറഞ്ഞ പോലെ വലിയൊരു മാറ്റത്തിനായി പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ ഒരു 40 കൊല്ലത്തിന് മുമ്പ് 40 കൊല്ലത്തോളമായി നമ്മൾ നാഷണൽ ഹൈവേ വരുന്നു, പറവൂരിൽ വലിയ മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നിന്നാണ്. പക്ഷെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും അസ്തമിച്ചുകൊണ്ടാണ് നമ്മുടെ പറവൂരിലെ മുകളിൽ കൂടെയാണ് ഹൈവേ പോകുന്നത്. പറവൂരിനെയൊക്കെ ടൗണായിട്ട് യാതൊരു ടച്ചില്ലാണ്ട് ഒരു വഴി കൂടെ പോവാണ്. സ്ഥലം കൊടുത്തവരും ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വരാൻ കാശ് കിട്ടിയെങ്കിലും അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒന്ന് പൊടി ശല്യം, വെള്ളക്കെട്ട്, ആകെ താറുമാറായിരിക്കുകയാണ് നമ്മുടെ ഒരു ഇതിന് പരിസരത്ത് താമസിക്കുന്ന ആളുകൾ. കുറേ വേസ്റ്റ് കൊണ്ടിരുന്നുള്ള പരാതി ഇതെല്ലാം നടത്തിയാണ്. ഇതൊരു യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്കത് എങ്ങനെ പറവൂരിനെ ഗുണകരമാക്കാം എന്നുള്ളൊരു വലിയ മാറ്റത്തിലേക്ക് നമ്മൾ നോക്കണം. പറവൂർ കൊച്ചു പട്ടണമാണ്. വളരെ 9.8 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ചെറിയൊരു പട്ടണത്തിൽ ഏകദേശം 35,000-ഓളം ആളുകൾ 13,000-ഓളം കുടുംബാംഗങ്ങൾ താമസിക്കുകയാണ്. പറവൂർ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കൊച്ചിയുടെ ഒരു ഉപനഗരമായി ആളുകൾ നോക്കുമ്പോൾ ഒരു പൊല്യൂഷനില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും താമസിക്കാൻ വലിയ രാഷ്ട്രീയ തർക്കങ്ങളില്ല, വലിയ സംഘർഷങ്ങളില്ല, വർഗീയ ലഹളകളില്ല, ഒന്നുമില്ലാത്ത ഒരു റെസിഡൻഷ്യൽ ടൗണായിട്ടാണ് നമ്മൾ, വലിയ വികസനമല്ല, റെസിഡൻഷ്യൽ ടൗണായിട്ടാണ് നമ്മുടെ ഇത് മാറുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ വേറൊരു ഹൈവേ തൊട്ടപ്പുറത്തൂടെ പോകുന്നുണ്ട്. അതിൽ ചാലക്കുടി എന്ന പട്ടണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചാലക്കുടി ഇതേപോലെ തന്നെ പറവൂർ പോകുന്ന പോലെ ചാലക്കുടിയിലെ ഹൈവേ മുകളിൽ കൂടെ പോകുന്നു. പക്ഷെ ചാലക്കുടിയിൽ ആൾക്കാർ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു ടൂറിസം പ്ലേസ് ഉണ്ട്, അതിരപ്പള്ളി. അതിരപ്പള്ളിയിലേക്ക് ആളുകൾ വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാലക്കുടി ടൗണിൽ എത്തുന്നു, അവിടെയുള്ള പർച്ചേസ് നടത്തുന്നു, അവിടെ ആളുകൾക്കുള്ള വരുമാനം കിട്ടുന്നു. നമ്മളത് അങ്ങനെ ആക്കി മാറ്റണം. അതിന് നമുക്ക് വലിയ കുറേ ഗുണകരമായ വശങ്ങളൊക്കെ ഉണ്ട്. ചെറായി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടൂറിസം ഭൂപടത്തിൽ ലോക ടൂറിസം മാപ്പിലും കേരളത്തിൻ്റെ മാപ്പിലും ഇടം പിടിച്ച ഒരു ടൂറിസം പ്ലേസാണ് നമ്മുടെ ചെറായി. ചെറായിലേക്ക് എന്തായാലും ആളുകൾ ഇവിടെ ഇറങ്ങിയേ പറ്റൂ. എവിടെയാണ് ചിലപ്പോൾ മിക്കവാറും ഞങ്ങളുടെ അവരുമായിട്ട് നാഷണൽ ഹൈവേ ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ വഴിക്കുളങ്ങര മിക്കവാറും ഒരു കവാടമായി മാറും. നമ്മുടെ വഴിക്കുളങ്ങരയ്ക്ക് അപ്പുറത്തായിരിക്കും ചിലപ്പോൾ എൻട്രൻസ് എന്നാണ് പറയുന്നത്. ആ പെരുമ്പടന്ന് കഴിഞ്ഞിട്ട് ഒരു ഇതും വരുന്നതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും വഴിക്കുളങ്ങര ഉണ്ടാവുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പം എല്ലാവരും ആളുകൾ വന്ന് പറവൂരിലേക്ക് എത്തി ചെറായിലേക്ക് പോണ വഴി നമ്മുടെ പറവൂരിനെയും കൂടി കണ്ടുപോകാനായിട്ടുള്ള തരത്തിലേക്ക് നമ്മുടെ പറവൂരിനെ മാറ്റണം. അതിന് ഏറ്റവും നമ്മൾ ഇപ്പം നമ്മുടെ ഈ കൗൺസില് നമ്മളിപ്പോൾ തുടക്കം കുറിച്ചതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറവൂരിനെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം എന്നുള്ളതാണ്. ഏറെ പൈതൃകങ്ങളുള്ള ഒരു നഗരമാണ് നമ്മുടെ നഗരം. നമുക്കൊരു അവകാശവും ഉണ്ട്. നമ്മളൊരു ഹെറിറ്റേജ് ടൗൺ ആകാൻ കാര്യം മുസ്ലിംസ് തൊട്ടപ്പുറത്ത് കൊടുങ്ങല്ലൂരും പറവൂരും കൂടി ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് മുസ്ലിംസ് കിടക്കുന്നത്. ഈ മുസ്ലിംസിനെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഇപ്പം ജൂതപ്പള്ളി, ലോകത്തിലെ ഏറ്റവും വലിയ ജൂതപ്പള്ളി, ഇപ്പം നമ്മുടെ ചേന്നമംഗലത്ത് പോയി കഴിഞ്ഞാൽ ഡച്ച് പാലസ് ഉൾപ്പെടെ അതിനൊരു കവാടം കൂടി ആക്കി നമ്മുടെ ഇപ്പം കൊടുങ്ങല്ലൂരാണ് ആൾക്കാർ പോകുന്നത്. കാരണം എന്താ പറഞ്ഞാൽ മലബാർ സൈഡിൽ നിന്നുള്ള ആളുകളൊക്കെ കൊടുങ്ങല്ലൂർ ഇറങ്ങി കൊടുങ്ങല്ലൂർ വഴിയാണ് കയറി ചിലപ്പോൾ നമ്മുടെ പറവൂർ കയറിയിട്ട് പോകുന്നത്. ഈ എറണാകുളം സൈഡിൽ നിന്നുള്ള ആളുകളൊന്നും നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നേരെ ചെറായിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ പറവൂർ പൈതൃകമായിട്ട് കിടക്കുന്ന ഇപ്പം നമ്മുടെ കച്ചേരി, അത് നല്ല ഒരു പൈതൃകമാണ്. കോട്ടയ്ക്കാവ് പള്ളി പണ്ട് തോമസ് ലീഗ വന്നിറങ്ങിയ ഒരു പള്ളിയാണ്. യാക്കോബേറ്റ് പള്ളി നമ്മുടെ കണ്ണവളങ്ങര പറവൂർ പാലസ്, പറവൂർ തമ്പുരാൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, മുറിച്ചേർന്നൊക്കെ അറിയാം. പറവൂർ തമ്പുരാൻ്റെ കൊട്ടാരമായിരുന്നു അവിടെ കിടക്കുന്നത്. അവിടെ ഇപ്പോൾ തേക്ക് മരം നിറച്ച് നട്ടിട്ട് 3 സൈഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം അങ്ങനെ നിരവധി നമ്മുടെ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഉൾപ്പെടെ 100 വർഷം പഴക്കമുള്ള 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു നഗരസഭയാണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ള പൈതൃക നഗരമാക്കി മാറ്റുന്നതിനുള്ളൊരു ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ ഒരു തുടക്കം കുറിക്കാൻ പോകുന്നത്. വലിയൊരു വിശദമായ ഒരു DPR, ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ പൈതൃകത്തിനായി ഏകദേശം 700 ചില്ലാൻ കോടി രൂപ
വകയിരുത്തിയിട്ട് ആകെ അതിന് എക്സ്പെൻഡിച്ചർ അയക്കണം 148 കോടി രൂപയാണ്. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ട് അതിന് കൃത്യമായ DPR പറയുന്നു. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ മുസ്ലിംസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രോജക്റ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ നഗരസഭയോട് ചേർന്ന് അതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കൗൺസിലിലേക്ക് പോവുകയാണ്. അതിനായി ഞങ്ങൾ ഈ മാറുന്ന പറവൂരിലേക്കായിട്ട് നമ്മുടെ പറവൂരിനെ മാറ്റാൻ വേണ്ടിയിട്ട് വിശദമായ വലിയൊരു വികസന സെമിനാറോട് കൂടിയാണ് ഈ ഭരണസമിതി തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിന് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ, ഇവരുടെ എല്ലാവരുടെ അഭിപ്രായം തേടിക്കൊണ്ട് എന്താണ് നമുക്ക് പറവൂരിലേക്ക് മാറ്റാൻ പറ്റുന്നത്, എങ്ങനെ നമുക്ക് എന്തെല്ലാം മാറ്റി. ഇപ്പോൾ ഈ വരുന്ന ട്രാഫിക് ഒക്കെ പോകും അതെല്ലാം ചെറിയ ട്രാഫിക് നിയന്ത്രണം പോകും. അതൊക്കെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റുന്നുണ്ട്. അതെന്താണെന്നുള്ളൊരു വലിയൊരു വികസന സെമിനാർ നടത്തി ആളുകളുടെ എല്ലാം വിശദമായ കാര്യങ്ങളെല്ലാം കേട്ട് അതെല്ലാം ക്രോഡീകരിച്ചിട്ട് വേണം അടുത്ത 2030 വരുന്ന പറവൂരിനെ മാറ്റുന്ന ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ആശങ്ക, ഇപ്പൊ എന്നെ വിളിക്കുന്ന ഞങ്ങളെല്ലാ ജനപ്രതിനിധികളും വിളിക്കുന്ന ഒരു കാര്യത്തിനാണ്, തെരുവുനായയുടെ പ്രശ്നത്തിനാണ്. ആദ്യത്തെ കൗൺസിൽ തന്നെ സുപ്രീം കോടതിയുടെ വിധിപ്രകാരമുള്ള തെരുവുനായ പരിപാലനവുമായി ബന്ധപ്പെട്ട് അവയെ നിയന്ത്രിക്കുന്നുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. വലിയൊരു പദ്ധതി ആവിഷ്കരിക്കാനാണ് അതിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതെങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ തരണം. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യവും കൂടി നമ്മൾ ചർച്ച ചെയ്ത് അതിനും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കൊണ്ടുവന്ന്. പറവൂരിലെ മാത്രമല്ല കേരളത്തിലെ എല്ലായിടത്തും ബാധിക്കുന്ന പ്രശ്നമാണ് തെരുവുനായയുടെ പ്രശ്നം. അതിനും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ അധികം സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അനുഗ്രഹങ്ങളും എല്ലാം ഞങ്ങൾക്കും ഈ ഭരണസമിതിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പാർട്ടികളൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. 30 പേരടങ്ങുന്ന ഈ ഭരണസമിതിക്ക് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.